ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ നിൽക്കുന്നത് ഷാർജ അൽമജാസ് വാട്ടർ ഫ്രണ്ട് പാർക്കിലാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർക്കാണിത്. ക്ലൈമറ്റ് ഒക്കെ നന്നായിട്ട് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്, ചൂടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ പാർക്കൊന്ന് ചുറ്റിക്കാണാം. ഒക്കെ കണ്ടു പാർക്കിലൂടെ നടന്നു കഴിഞ്ഞപ്പോൾ മനസ്സിന് നല്ലൊരു കുളിർമ തോന്നുന്നുണ്ട് കേട്ടോ. ലീവ് വിത്ത് നേച്ചർ എന്ന് പറയുന്നത് വെറുതെ അല്ല. ഇതേപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു അക്വേറിയം സെറ്റ് ചെയ്താൽ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടി നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. കാരണം മത്സ്യങ്ങളുടെ മൂവ്മെൻ്റ് ഒക്കെ കാണാൻ എന്ത് രസമാണ്. മത്സ്യങ്ങളെ ഇഷ്ടമില്ലാത്തതായിട്ട് ആരുമില്ല. മത്സ്യവിഭവങ്ങളോ അതിലേറെ നമുക്കിഷ്ടമാണ്. അപ്പോൾ നമുക്കിന്നൊരു ഫിഷ് റോൾ റെസിപ്പി ആയാലോ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്കൊരു ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ സൈഡിൽ നിങ്ങൾക്കൊരു ബെൽ ബട്ടൺ കാണാം. ആ ബെല്ലിൽ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ റീസെൻറ്റ് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. ഫിഷ് റോളിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവോള 2 മീഡിയം സൈസ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് വൈറ്റ് മീറ്റ് ട്യൂണയാണ്. അത് ഏകദേശം ഒരു 600 ഗ്രാം ഉണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയില. ചൂടായ കടായിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. സവോള ഒന്ന് ചെറുതായിട്ട് സോട്ടായി വരുമ്പം അതിലേക്ക് കുറച്ച് ഇതൊന്ന് ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, കുരുമുളക് പൊടി 2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, ഗരം മസാല 2 ടീസ്പൂണ് ഇത്ര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വഴറ്റുമ്പോൾ തീ സിമ്മിലേക്കാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ മസാല കരിഞ്ഞു പോകും. മസാലയുടെ പച്ചമണം ഒന്ന് മാറി
കൺസിസ്റ്റൻസി. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫില്ലിങ്സ് ഇതിലേക്ക് നിറച്ച ശേഷം വീഡിയോയിലേക്ക് കാണുന്ന പോലെ തന്നെ ഇത് മടക്കി റോൾ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതേപോലെ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാനിത് മുട്ടയുടെ വെള്ളയിലേക്ക് മുക്കി കൊടുക്കുകയാണ്. അതിനുശേഷം അത് ബ്രെഡ് ക്രംസിലേക്ക് മാറ്റുന്നു. നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഫിഷ് റോൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. തീർത്തും ഈസി ആയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റമാണിത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ 4 മണിക്ക് എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പിയാണിത്. ഫിഷ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റിയുമാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കുമല്ലോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.